എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? എല്ലാവരും ഹാപ്പിയാണോ? ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, നേരത്തെ കമൻസിലൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡായിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാതെ ഒരു ജഗ്ലിങ്ങിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ പോലെ തോന്നാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹീലിങ്ങിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷനൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത്. ഓക്കെ, കാര്യങ്ങൾ എന്താണോ അതുപോലെ എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം വന്നിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, എന്ത് തന്നെ ആയാലും റീഡിങ്സ് എന്ത് വന്നാലും, പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും, നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ നമുക്ക് എക്സാക്റ്റ് സിറ്റുവേഷൻ എന്താണെന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, ആ ഒരു രീതിയിൽ മാത്രം ഇത് എടുക്കുക. ചിലപ്പോൾ റെസനേറ്റ് ആവാതിരിക്കാം, ആയില്ലെങ്കിൽ അങ്ങനെ അങ്ങ് വിട്ടേക്കുക. അത് കൂടുതൽ മനസ്സിലേക്ക് എടുത്ത് സ്ട്രെസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അതേപോലെ ലൈവ് എൻ്റെ കാര്യം, ലൈവ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ലൈവ്, എല്ലാവർക്കും ഉള്ള ലൈവ് നമ്മൾ മൺഡേ ആസ് യൂഷ്വൽ 11 o'clock ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ബെൽ ഐക്കൺ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് ഇട്ടേക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ. നേരത്തെ പറഞ്ഞില്ല, പറയരുത്. സബ്സ്ക്രൈബേഴ്സ് ലൈവ് 11 o'clock മൺഡേ ഞാൻ പോസ്റ്റും കൂടെ ഇട്ടേക്കാം. ഓക്കെ, ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്തിടുക, അപ്പോഴേ നിങ്ങൾക്ക് മെസ്സേജ് വരുള്ളൂ കേട്ടോ. അതേപോലെ കഴിയുന്നവർ ജോയിൻ ചെയ്യുക. ഒരു 2 hours ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ ഇരിക്കാം, അതിൽ കൂടുതൽ ഡ്രാഗ് ചെയ്യില്ല. അത് 2 hours കഴിയുമ്പം കട്ട് ചെയ്തിട്ട് പിന്നീട് വേറൊരു ദിവസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അതങ്ങനെയാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം 2-3 hours ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങ് എക്സോസ്റ്റഡ് ആയി പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. പാർട്ടി എന്ന് പറയുന്ന പാരൻസ് ആവാം, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആവാം അല്ലേ. ഇവർ മാരീഡ് ആയിരിക്കും, ചിലപ്പോൾ അവിടെ ഒരു ടോക്സിക് ആയിരിക്കും. അല്ല, ഒരു ഭാര്യയാണ് ഇത് കാണുന്നതെങ്കിൽ നേരെ തിരിച്ചായിരിക്കും വരുന്നത്. ഇത് എങ്ങനെ വേണമെങ്കിലാവാം അല്ലേ. എൻ്റെ വ്യൂവേഴ്സിൽ പല കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്നിച്ചാണ് ഞാനിത് നോക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് റെസനേറ്റ് ആവുന്നത് അതുപോലെ എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഓക്കെ, നെഗറ്റീവ് റീഡിങ്സ് പ്രത്യേകിച്ച് വരികയാണെങ്കിൽ ഞാനെപ്പോഴും പറയുന്നത് പോലെ ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. പേഴ്സണൽ റീഡിംഗ് ഞാൻ ബൈ സെപ്റ്റംബർ ഓണം അടുപ്പിച്ച്, ഓണത്തിന് ഞാൻ ആ ടൈമിൽ കുറച്ച് ഫ്രീ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓവർവെൽമിംഗ് ആയിട്ട് വരുന്നില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനും ശ്രമിക്കാം. നമ്പേഴ്സ് ഓവറായിട്ട് വരികയാണെങ്കിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ഓണത്തിൻ്റെ സമയത്ത് ഞാൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഞാൻ നോക്കാൻ ശ്രമിക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സ് ഒരു റിലേഷൻഷിപ്പിലാണ്, അവർക്ക് ഒരു തേർഡ് പാർട്ടി സാന്നിധ്യം പ്രബലമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഡിവൈൻ, എനിക്കറിയേണ്ടത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിനോട് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഇരിക്കുന്നത്. അവർ വേണ്ടി വന്നാൽ അവരുടെ തേർഡ് പാർട്ടിയെ വിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് വരുമോ? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ? എത്രത്തോളം ഉണ്ട്? എൻ്റെ വ്യൂവേഴ്സിനോട് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടെന്ന് കാണിച്ചത്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ദ ഫൂൾ ഇങ്ങനെ എടുക്കാം. 5 of swords, Page of wands, 8 of cups, temperance, hierophant, 7 of swords, Queen of swords, 3 of wands, 2 കാർഡ് കൂടെ എടുക്കാമേ. 2 of wands and the star. തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാർഡ്സ് കുറേ അധികം തന്നെ വന്നിട്ടുണ്ട്.
ഇവിടെ നമുക്ക് ഹെയറോഫൻ്റ് വന്നിട്ടുണ്ട്, അതേപോലെ ക്വീൻ ഓഫ് സ്വാർഡ്സ് വന്നിട്ടുണ്ട്, 3 ഓഫ് വോൺസ്, 2 ഓഫ് വോൺസ്, എല്ലാം 5 ഓഫ് സ്വാർഡ്സ്, എല്ലാം ഒരു തേർഡ് പാർട്ടി റിലേറ്റഡ് കാർഡ് തന്നെയാണ് കേട്ടോ. അതായത് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ സ്ട്രോങ് പ്രസൻസ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഒരുപാട് കാർഡ്സ് തേർഡ് പാർട്ടി റിലേറ്റഡ് തന്നെയാണ്. ഇവിടെ ഞാൻ ഇന്ന് രാശികൾ പറഞ്ഞ് തന്നെ പോകാം, അതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് കുറച്ചൊരു ക്ലാരിറ്റി കിട്ടും. കാരണം എത്ര പേർക്കാണ് ഇത് റെസനേറ്റ് ആവുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഏത് രാശിക്കാരാണ് കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫൂൾ വെച്ചിട്ട് ഏരീസ്, മേട രാശിക്കാർ, ഞാൻ മലയാളം രാശിയും കൂടെ തന്നെ പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ്, ധനുരാശിക്കാരും കുറച്ച് കൂടുതലായിട്ടുണ്ട്. മേജർ അർക്കാന കാർഡ്സ് ആണ് മേജർ എനർജീസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് മേജർ അർക്കാന കാർഡ്സിൻ്റെ ഞാൻ ആദ്യമേ പറയുന്നത്. ഹെയറോഫൻ്റ് വെച്ചിട്ട് ടോറസ് രാശി, ഇടവ രാശിക്കാർ, അതേപോലെ സ്റ്റാർ വെച്ചിട്ട് അക്വേറിയസ്, കുംഭരാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് തന്നെ കണക്റ്റ് ആയിട്ടുണ്ട്. ബാക്കി വന്നിരിക്കുന്ന രാശികളെന്ന് പറയുന്ന ലിബ്ര, ജംന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, അതേപോലെ വേറെ ഇതാ കപ്സ് ഉണ്ട്. കപ്സ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, അത് കുറച്ച് കുറവാണ്. ഓക്കെ, വോൺസിൻ്റെ എനർജി കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനുക്കാരെ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് ആലോചിക്കുന്നുണ്ട്. അതായത് ഇവർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാം, നിങ്ങളുടെ അടുത്ത് ഒരു ലോയൽറ്റി കാണിക്കാം എന്ന് ഇവർ ആലോചിക്കുന്നുണ്ട്. ഇവർക്ക് വ്യക്തമായിട്ടറിയാം ഇങ്ങനെ മുന്നോട്ട് പോയാലുള്ളൊരു റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അതിലുള്ള അപകടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇവർക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു പോസിറ്റിവിറ്റിയോടുകൂടി രണ്ടും കൽപ്പിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് കയറാമെന്നവർ കുറേ പേര് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ചിലരാണെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വരികയും ചെയ്തു, മുന്നോട്ട് എങ്ങനെ പോകണം എന്നറിയാതെ ഒരു പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ അവിടെ കാണുന്നുണ്ട്. ഈ കാർഡ്സ് എല്ലാം ഞാൻ ക്ലാരിഫൈ ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് സിറ്റുവേഷൻ ചിലപ്പോൾ ആദ്യം കാണുന്നതായിരിക്കില്ല പിന്നീട് പറയുമ്പോൾ. ഓക്കെ, ഇപ്പോൾ തന്നെ ക്ലാരിഫൈ ചെയ്ത് പോവാം. ക്ലാരിഫൈ 5 ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ 5 ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ 5 ഓഫ് സ്വാർഡ്സ്. ഫൂളും ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ക്ലാരിഫൈ 5 ഓഫ് സ്വാർഡ്സ്, 3 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 7 ഓഫ് സ്വാർഡ്സ്. അവിടെ പകച്ചു നിൽക്കുന്നത് തന്നെയാണ്. കാരണം തേർഡ് പാർട്ടി അവിടെ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ടത് ഇവരവിടെ സ്റ്റക്കാണ് എന്നുള്ളത്. ഓക്കെ, അതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഇവരുടെ തേർഡ് പാർട്ടിയെ ഭയങ്കരമായിട്ട് എതിർത്ത് അങ്ങനെയൊക്കെ വേണം ഇവർക്ക് പുറത്ത് കിടക്കാൻ. നെക്സ്റ്റ് ആക്ഷൻ ഞാൻ നോക്കും കേട്ടോ. ഗിവ് മി എ നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് പീപ്പിൾ. വാട്ട് വിൽ ദേ ഡു? I understand they are scared of the third party. അവിടെ ടവറാണ്. ഓക്കെ, അവരൊന്നും ചെയ്യില്ല. ഈ ഗ്രൂപ്പുകാർ ഒന്നും ചെയ്യാത്തതായിട്ടാണ് കാണുന്നത്. ലിബ്ര, ജംന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭരാശിക്കാരാണ് അതിൽ കൂടുതലായിട്ടും എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ. സ്വാർഡ്സിൻ്റെ എനർജി കൂടുതലായിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ആ രാശി അവിടെ പറഞ്ഞത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, കാര്യം അതിലുണ്ട് കേട്ടോ. അവരിങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അതായത് ജയിച്ച യുദ്ധം കൈവിട്ടു പോയ അവസ്ഥ. യുദ്ധം ജയിക്കുകയും ചെയ്തു, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ലോസസ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു, അതായത് നിങ്ങൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് എഗ്രി ചെയ്തു, അവിടെ ജയിച്ചു, മാനസികമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വരികയും ചെയ്തു, പക്ഷേ തേർഡ് പാർട്ടിയുടെ അവിടെ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണം എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ പകച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പേജ് ഓഫ് വോൺസ്, പ്ലീസ് ക്ലാരിഫൈ പേജ് ഓഫ് വോൺസ്, ക്ലാരിഫൈ പേജ് ഓഫ് വോൺസ്. 2 ഓഫ് പെൻഡക്കിൾസ്, 5 ഓഫ് സ്വാർഡ്സ്. ഇവർ നിങ്ങളുമായിട്ട് മെസ്സേജസൊക്കെ അയക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ അയച്ചിട്ടുള്ള മെസ്സേജസ് വീണ്ടും വീണ്ടും എടുത്ത് വായിക്കുന്നുണ്ടാവും. എല്ലാം ഉണ്ട്. അവർക്ക് അങ്ങനെ തുടർന്ന് പോകാനാണ് ഇഷ്ടം. ഓക്കെ, അതായത് ഒരു ഫൈനൽ ആക്ഷൻ ഉടനെ ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇത് നിയറസ്റ്റ് ഫ്യൂച്ചറിലാണ്, അങ്ങനെ എടുത്താൽ മതി. ഓക്കെ,
നമ്മൾ ചോദിച്ചത് എന്താണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ് അല്ലേ. ഇവർ നിങ്ങളുടെ അടുത്ത് ഓൺലൈൻ ചാറ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ വേറെ ബോട്ട്സ് DP വാട്സാപ്പ് പിന്നെ സോഷ്യൽ മീഡിയ എല്ലാം ഇവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവിടെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്, അവർ കൺഫ്യൂസ്ഡ് ആണ്, അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സ്ട്രെസ്ഡാണ്, നിങ്ങളുടെ കാര്യങ്ങൾ വിടാനും വയ്യ, നിങ്ങളെ മറക്കാനും വയ്യ, മുന്നോട്ട് പോകാനും വയ്യ, പുറകോട്ട് പോകാനും വയ്യ എന്നുള്ളൊരവസ്ഥ. ഓക്കെ, കോണ്ടാക്റ്റ് ഉണ്ടോ ചോദിച്ചാൽ കോണ്ടാക്റ്റ് ഉണ്ടാവും, എപ്പോഴെങ്കിലുമൊക്കെ ഇവർ മെസ്സേജ് അയക്കുന്നുണ്ടാവും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവർ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾ ഡയറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ത്രൂ നിങ്ങളെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇവർ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. Clarify. Please tell me what is the next action, Divine. Please tell me what is the next action. 9 of Pentacles. കുറച്ച് ഇവർ ഹീലിങ്ങിൽ കൂടെ പോകേണ്ടിയിരിക്കുന്നു. നിങ്ങളായാലും ഇവരായാലും നിങ്ങളുടെ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യൂ കേട്ടോ. കുറച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് നിങ്ങളുടെ അപ്പിയറൻസ് കുറച്ചൊന്ന് മാറ്റുക. നിങ്ങൾ സെൽഫ് കോൺഫിഡൻ്റ് ആണ് എന്നിവരെ ബോധ്യപ്പെടുത്തുക കേട്ടോ. നിങ്ങളതാണ് ചെയ്യേണ്ടത്. തൽക്കാലം ഇവരെ ഒന്ന് ഇഗ്നോർ ചെയ്തു നോക്കൂ. കുറച്ച് ഇവരുടെ പുറകെ ഓടാതെ നിങ്ങൾ അവരെ ഒന്ന് ഇഗ്നോർ ചെയ്തു നോക്കൂ. നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ. സ്വയം ഒരു ജോലിയൊക്കെ സമ്പാദിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലൊന്ന് മാറ്റി നോക്കൂ. ഇവരെ ചേസ് ചെയ്യരുത്. ഓക്കെ, ചേസ് ചെയ്യാതെ ഒന്ന് വിട്ട് നിന്ന് നോക്കുക. അതായത് ഒരു ഇൻസെക്യൂരിറ്റി അവിടെ നിങ്ങൾ ഉണ്ടാക്കണം അവർക്ക് കേട്ടോ. കാരണം ഇവർ നിങ്ങളുടെ അടുത്ത് ഭയങ്കര അട്രാക്റ്റഡ് ആണ്, മനസ്സിലായില്ലേ. നിങ്ങൾ വിട്ടു പോകുന്നതൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി വരാനും വയ്യ എന്നുള്ള അവസ്ഥ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവരിൽ നിന്നൊന്ന് വിട്ടു നിൽക്കുക, ഒരു ഡിസിൻട്രസ്റ്റ് കാണിക്കുക. അപ്പോൾ എന്താണെന്നുള്ള റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ അപ്പിയറൻസ് ഒക്കെ ഇച്ചിരി മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുക. നിങ്ങളുടെ ഡ്രസ്സിങ് രീതികളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ കുറച്ച് ഹാപ്പി ആയിട്ട് ഇവരുടെ ഫ്രണ്ടിൽ നിങ്ങൾ DP ഒക്കെ ഇടുമ്പോഴത്തേക്കും സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന പോലെയൊന്നും ഇടാതെ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആണെന്നുള്ള രീതിയിൽ ഇട്ട് നോക്കൂ. ചേഞ്ചസ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ക്ലാരിഫൈ 8 of Cups. പ്ലീസ് ക്ലാരിഫൈ 8 of Cups. ക്ലാരിഫൈ 8 of Cups. ഇവിടെ പെൻഡക്കിൾസിൻ്റെയും വോൺസിൻ്റെയും സ്പോർട്സിൻ്റെ എനർജി കുറച്ച് കൂടുതലായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ടോറസ്, വിർഗോ, ക്യാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ഋഷഭം പറയുമ്പോൾ ഇടവ രാശിയാണ്. അതേപോലെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. വേറെ ഏതാ? വോൺസ് അല്ലേ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേഡം, ചിങ്ങം, ധനു കേട്ടോ. അപ്പോൾ ക്ലാരിഫൈ 8 of Cups. പ്ലീസ് ക്ലാരിഫൈ 8 of Cups. 2 of Swords and 10 of Swords. ഇവർ നിങ്ങളെ വിട്ട് മൂവ് ഓൺ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അതായത് അവിടെ തേർഡ് പാർട്ടിയെ പ്രിഫർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പ്രിഫറൻസ് അല്ല, അവിടെ സ്റ്റക്കാണ് അവർക്ക് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാണുന്നത് കേട്ടോ. 2 of Swords ജഗ്ലിംഗ് ആണെന്നറിയാലോ, ക്രോസ് റോഡ് സിറ്റുവേഷൻ ആണ്. ടോട്ടലി സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അവർ. 10 of Swords പറയുമ്പോൾ അതിൻ്റെ പിക്ചർ നോക്കിയാൽ തന്നെ അറിയാം. അതിന് മുന്നേ ഉള്ള 8 of Cups ആയാലും ഗോയിങ് അവേ, മൂവിങ് ഓൺ എന്നുള്ളൊരു രീതിയിലാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ സ്വാർട്സിൻ്റെ എനർജി ആൻഡ് കപ്സിൻ്റെ എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അതേപോലെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഗിവ് മീ ദ നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. ഡിവൈൻ, ഗിവ് മീ എ നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദിസ് ഗ്രൂപ്പ്. ഇവരുടെ സ്പൗസ് അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയെ പേടിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ആ തേർഡ് പാർട്ടിക്ക് ഇവരുടെ മേലെ ഭയങ്കര കൺട്രോളാണ്. ഓക്കെ, തേർഡ് പാർട്ടിയെ പേടിച്ച് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് തേർഡ് പാർട്ടി ഈ വിവരം അറിഞ്ഞാൽ ഉള്ള പ്രത്യാഘാതങ്ങളെ പറ്റിയിട്ട് ഇവർ ഭയങ്കര ബോധേഡാണ്, പേടിയാണ് ഇവർക്ക്. ഓക്കെ, ഒരു പക്ഷേ ഇവരുടെ ഈ പേഴ്സൺ ഉണ്ടല്ലോ, അതായത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആൾ ഒരു നെഗറ്റീവ് രീതിയിലൊക്കെ ഇവരെ പിടിച്ചു വെക്കുന്ന ഒരാളായിരിക്കണം. ചില സ്പെൽസ് ചെയ്യുക, ബ്ലാക്ക് മാജിക് ചെയ്യുക, അങ്ങനെയൊക്കെ. ഓക്കെ, അങ്ങനെ ഒരു എനർജിയാണ് അവിടെ കാണുന്നത്. പക്ഷേ ഇവരോ നിങ്ങളോ
ഒരുപാട് കൂടുതലായിട്ട് ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസിലും ആസ്ട്രോളജി റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. മീനരാശി, പൈസസ് രാശിക്കാരും ഇപ്പോൾ ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നത് അവിടെ തേർഡ് പാർട്ടി ഈ ഒരു നെഗറ്റീവ് രീതിയിൽ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ഭയം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇവരുടെ മനസ്സിൽ. ഓക്കെ, ഒരു ഭയം സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോരാൻ ഇവർക്ക് പേടിയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അടുത്തത് ടെമ്പറൻസ്. ടെമ്പറൻസ് സാജിറ്റേറിയസ് ധനുരാശിക്കാർ. ക്ലാരിഫൈ ടെമ്പറൻസ്. ക്ലാരിഫൈ ടെമ്പറൻസ് പ്ലീസ്. ഹെറോഫന്റ് ആൻഡ് ദ വേൾഡ്. ഇവർ ആലോചിക്കുന്നത്, ഇവർ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നത് ഹീലിങ്ങിൽ കൂടെ, പ്രാർത്ഥനകളിൽ കൂടെ നിങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്നാണ്. ഓക്കെ, ഇവർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ കൂടുതലായിട്ട് പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടാവും, ഗ്രൂപ്പ് പ്രാർത്ഥനകൾ. ഓക്കെ, ഒരു ഹീലിംഗ് പ്രോസസ്സ്, മെഡിറ്റേഷൻ, അങ്ങനെയൊക്കെ വളരെ കൂടുതലായിട്ട് ഇവരും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ തമ്മിലൊരു എന്താ പറയുക, ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്, ജോഗ്രാഫിക്കൽ ഡിസ്റ്റൻസ് അവിടെ കാണുന്നുണ്ട്. അതേപോലെ ഇവർ ട്രാവൽ ചെയ്തിട്ട് വന്നിട്ട് വേണം നിങ്ങളെ കാണാനൊക്കെ കേട്ടോ. അപ്പോൾ അതൊരു പാറ്റേണിലാണ് നിങ്ങൾ കാണാറ്, ലൈക്ക് വീക്ക്ലി വൺസ്, മന്ത്ലി വൺസ്, അങ്ങനെയൊക്കെ ഇവർ ഒരേ പാറ്റേണിലാണ്. ഇപ്പോൾ തിങ്കളാഴ്ച തോറും വരുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം, ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ, അങ്ങനെയൊക്കെ ഒരു റെഗുലർ പാറ്റേണിലായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അത് ഒരു പ്രെയർ ഗ്രൂപ്പിലൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും എപ്പോഴും. നിങ്ങൾ കാണുന്നത് ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉണ്ടാവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. പ്രെയർ എന്നാണ് കൂടുതലായിട്ടും കാണുന്നത്. മെഡിറ്റേഷൻ ഗ്രൂപ്പ്, പ്രെയർ ഗ്രൂപ്പ്, സ്റ്റഡീസ് ഗ്രൂപ്പ്. ഓക്കെ, പഠിക്കാൻ, എന്തെങ്കിലും പഠിക്കാൻ നിങ്ങൾ ഒരുമിച്ച് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇവർ പഠിപ്പിക്കുന്നുണ്ടാവും, നിങ്ങൾ അവിടെ ഒരു മെമ്പറാണ്. അങ്ങനെ ഒരു പ്രഭാഷണം നടത്തുന്ന ഒരാളായിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ളൊരു, അതുമല്ല നിങ്ങളുടെ പേഴ്സൺ വെള്ളം കൂടുതലായിട്ട് ഉള്ള ഒരു സ്ഥലത്ത് ഉള്ളതായിരിക്കും. ഇത് നിങ്ങളുമായിരിക്കാം കേട്ടോ, നേരെ തിരിച്ചുമായിരിക്കാം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ പഠിപ്പിക്കുന്ന ഒരാളോ അങ്ങനെ ആയിരിക്കാനും, നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്ന ആളായിരിക്കണം. ഒരു റേക്കി ഹീലർ അങ്ങനെയൊക്കെ പറയില്ലേ, ഹീലർ, ഡോക്ടർ ആയിരിക്കാം. അതേപോലെ ടീച്ചറാണ് പ്രബലമായിട്ട് കാണുന്നത് കേട്ടോ, ടീച്ചിങ് പ്രൊഫഷനാണ് അതേപോലെ അഡ്വൈസ് കൊടുക്കുന്ന ആൾ, അസ്ട്രോളജർ ആയിരിക്കാം, ടാരോ റീഡർ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ, അതായത് നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അഡ്വൈസ് കൊടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനത്തെ നിങ്ങളുമായിരിക്കാം, അവരുമായിരിക്കാം. ട്രാവൽ ചെയ്ത് വരുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. വാട്ടർ വളരെ കൂടുതലായിട്ട് അവിടെ കാണുന്നുണ്ട്, വെള്ളത്തിൻ്റെ പ്രസൻസ് വളരെ കൂടുതലായിട്ട് അവിടെ കാണുന്നുണ്ട്. അത് ഇമോഷൻസും ആയിരിക്കാം കേട്ടോ. വെള്ളം എന്ന് പറയുന്നത് ഇമോഷൻസും കൂടെ ആണ്, ഇമോഷൻസ് ഡിപ്പിക്റ്റ് ചെയ്യുന്നതും ആയിരിക്കാം അവിടെ. അപ്പോൾ ഇവർ ഹീലിങ്ങിൽ കൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്താമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഇവർ കൂടുതലായിട്ട് അമ്പലം, പള്ളി, പ്രാർത്ഥന ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഒരുപാട് പോകുന്നവരാണ്. ഓക്കെ, അതിൽ കൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. അവരൊരു വെയിറ്റിംഗ് പീരീഡിലാണ് എന്നാണ് കാണുന്നത് കേട്ടോ. പക്ഷേ അതൊരു പോസിറ്റീവ് റിസൾട്ട് തരുന്ന വെയിറ്റിംഗ് പീരീഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവർക്ക് അവിടെ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതായത് ആ തേർഡ് പാർട്ടിയുടെ അടുത്ത് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതൊന്ന് ഫുൾഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവരത് വേഗം ഫിനിഷ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഹീലിങ്ങിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവർ പോസിറ്റീവായിട്ട് തന്നെയാണ് അവിടെ വിചാരിക്കുന്നത്. തേർഡ് പാർട്ടി ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും ഒരു സ്പൗസ് അല്ലെങ്കിൽ ഒരു അങ്ങനെ റൊമാൻറ്റിക്കലി മാത്രം എടുക്കരുത്. ഓക്കെ, ഈവൺ ഇവരുടെ കരിയർ ഒരു ഇഷ്യൂ ആയിരിക്കാം കേട്ടോ. ഇവർ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആയിരിക്കാം, എബ്രോഡ് ആയിരിക്കാം. അവിടെ ഇവർക്ക് കരിയർ കാരണം ഇവരവിടെ സ്റ്റക്കായിരിക്കും. ചിലപ്പോൾ ലീവ് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാതെ ഇവർക്ക് വരാൻ പറ്റുന്നുണ്ടാവില്ല. അതുമൊക്കെ ഒരു ഇഷ്യൂ ആയിരിക്കാം അവിടെ കേട്ടോ. അതും ഒരു തേർഡ് പാർട്ടി ആയിട്ട് തന്നെ എടുക്കണം നമ്മൾ. നിങ്ങളും അവരും തമ്മിൽ ഇടയിൽ
എന്താണ് തടസ്സമായിട്ട് വരുന്നത്? ഞാനത് തേർഡ് പാർട്ടി ആയിട്ട് എടുക്കാറുണ്ട്, അത് കറക്റ്റായിട്ട് വരാറുമുണ്ട് കേട്ടോ. അതേപോലെ അങ്ങനെ പാരൻസിനോടുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, ബ്രദേഴ്സ് സിസ്റ്റർ അവരോടുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. അവിടെ ഒരു സെറ്റിൽമെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് അവിടെ വളരെ കാര്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. വെള്ളം കൂടുതലുള്ള സ്ഥലമാണ്, കാരണം നിങ്ങളുടെ പേഴ്സൺ ഗൾഫ് കൺട്രീസിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളോ ജോലി ചെയ്യുന്ന ഒരാളൊക്കെ ആയിരിക്കാം. ഓക്കെ, പെൻഡക്കിൾസിൻ്റെ എനർജി വന്നു. അവിടെ ടോറസ് രാശിയും കുറേ കൂടുതലായിട്ട് തന്നെ കണക്റ്റ് ആയിട്ടുണ്ട്. അതായത് ഋഷഭ രാശി ഒരുപാട് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, ഇടവം, കന്നി, മകരം രാശിക്കാരൻ കുറേ കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ക്ലാരിഫൈ ഹെയറോഫൻറ്റ്, ക്ലാരിഫൈ ഹെയറോഫൻറ്റ്, ക്ലാരിഫൈ ഹെയറോഫൻറ്റ് പ്ലീസ്. 7 of Cups, 4 of Pentacles. ഇവിടെയും അത് തന്നെയാണ്, റെസ്പോൺസിബിലിറ്റി ആണ് അവർക്ക് അവിടെ. ഇവർ സമൂഹത്തിൽ ഇത്തിരി നിലയും വിലയൊക്കെ ഉള്ള ആൾക്കാരാണ്. കുറച്ച് കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ അങ്ങനെയൊക്കെ കുറച്ച് ഫോക്കസ് ചെയ്യുന്നവരാണ്. ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കാനും സാധ്യതയുണ്ട് നിങ്ങളുമായിട്ട് കേട്ടോ. മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ അങ്ങനത്തെയൊക്കെ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനത്തെയൊക്കെ ഒരു ഡിഫറൻസ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ വേറെ എന്താണ്, ഇവർ കൂടുതലായിട്ടും മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സ്പൗസ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. അവർക്കവിടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ, ഒറ്റ കാര്യമല്ല, ഇവർക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതേസമയം ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മനസ്സിലായില്ലേ? കാരണം ഇവർ സമൂഹത്തിൽ പ്രബലമായിട്ടുള്ള ഒരാളാണ്. ഇവർ വിചാരിക്കേണ്ട ലൈക്ക് ഇവർക്ക് ഇവരെ 4 പേർക്ക് അറിയാം. അപ്പോൾ ഇവർ അങ്ങനെ എടുത്ത് ചാടി ഒരു തീരുമാനമൊക്കെ എടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ ചുറ്റുമുള്ളവരെന്ത് വിചാരിക്കും, എന്നോട് ഉപദേശം ചോദിച്ച് വരുന്നവരെന്നെ പറ്റി എന്ത് കരുതും, അങ്ങനെയൊക്കെ എടുത്ത് ചാടി നമുക്കൊരു തീരുമാനം അത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഇവർ ബോധേഡാണ്. എന്നാൽ ഉള്ളിൽ നിങ്ങളുടെ അടുത്ത് പൊസസീവ്നെസ്സും ഉണ്ട് കേട്ടോ. ചിലരെന്താണ് ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു ഇഷ്യൂ മൂലം ഈ സ്നേഹം, നിങ്ങളോടുള്ള സ്നേഹം മനസ്സിൽ അടക്കി പിടിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് പുറത്ത് പറയാൻ വയ്യ, പുറത്ത് പറഞ്ഞ് അത് പുറത്തറിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ റിയാക്ഷൻ എന്തായിരിക്കും, എങ്ങനെ നാണക്കേടല്ലേ എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടോ. അവർക്ക് ആ ഒരു സമൂഹത്തിലെ സ്ഥാനം വിട്ടിട്ട് വേറൊന്നും ചെയ്യാൻ അവർക്ക് അതിനോടാണ് കൂടുതൽ എഫിനിറ്റി. ഓക്കെ, എന്നാൽ നിങ്ങളോട് സ്നേഹം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് താനും. പൊസസീവാണ് നിങ്ങളെ പ്രതി, ഇതെല്ലാമാണ്. പക്ഷേ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫാമിലി റെസ്പോൺസിബിലിറ്റി ഇത് രണ്ടിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഇവർ ജഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ, നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, ഇടവം, അതേപോലെ കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. നെക്സ്റ്റ് ആക്ഷൻ പ്ലീസ്. നെക്സ്റ്റ് ആക്ഷനിൽ വരുന്നത് ഇവർ ഇതെല്ലാം തള്ളിക്കളഞ്ഞ്, അതായത് ഈ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അതൊന്നും വകവയ്ക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് മുന്നോട്ട് വരുന്നു എന്നാണ് കാണുന്നത്. ആഹാ, കൊള്ളാലോ, നല്ലൊരു ചേഞ്ച് ആണല്ലോ. മേട രാശിക്കാരും ഇതിൽ കണക്റ്റായി. ഇപ്പോൾ ഏരീസ് രാശിക്കാരും കുറേ കണക്റ്റായി. അത് കൊള്ളാം അല്ലേ? അപ്പം നല്ലൊരു മാറ്റമാണല്ലോ അത്. കാരണം ഇത്രയും നാൾ നമ്മൾ നോക്കിയപ്പോഴൊക്കെ ഈ ഗ്രൂപ്പുകാർ വളരെ ഇങ്ങനെ പിടിച്ച് വെച്ച് ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ അവരുടെ ഫീലിങ്സിലേക്ക് ഫോക്കസ് ചെയ്യാം, സത്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് ഇവർ വിചാരിക്കേണ്ട വളരെ നല്ല കാര്യം. ഓക്കെ, ക്ലാരിഫൈ 7 of Swords, ക്ലാരിഫൈ 7 of Swords. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാത്തത് എന്താ അറിയോ, അതൊന്നുകിൽ നിങ്ങൾ ചീറ്റ് ചെയ്യുന്നു എന്നാവാം, അല്ലെങ്കിൽ ഇവരുടെ സ്നേഹം മറച്ചു പിടിക്കുന്നു എന്നാവാം. അപ്പോൾ അതെന്താണെന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ പറയാം. ക്ലാരിഫൈ 7 of Swords. Page of Swords, King of Swords. ഓക്കെ, ഇവർ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാനാണ് സാധ്യത. നിങ്ങളുടെ പേഴ്സൺ സ്വാട്സ് ആണ് കംപ്ലീറ്റും. ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുല, മിഥുനം, കുംഭം ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്നത്. ഇവർ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഒന്ന് സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പഠനത്തിൽ ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഒരു ഫാദർ അല്ലെങ്കിൽ ഒരു ഫാദർലി പേഴ്സൺ ഉണ്ട്. അവരെ
പേടിച്ച് അവരെ പേടിച്ചിട്ട് ഈ സ്നേഹം മനസ്സിൽ ഒളിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് സ്റ്റുഡൻസൊക്കെ ആയിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു റിസർച്ച് കാര്യങ്ങൾ, നിങ്ങൾ അഡൾട്ട് ആണെങ്കിൽ നിങ്ങൾ ഒരു റിസർച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് പഠിത്തത്തിൽ ശ്രദ്ധ ചെലുത്തുന്നതായിട്ടാണ് കാണുന്നത്. ഈവൻ ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ സയൻസ് റിലേറ്റഡ് റിസർച്ചൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പക്ഷേ ഇവരെ ഒളിച്ച് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്, കാരണം മെസ്സേജസൊക്കെ കാണുന്നുണ്ട് അവിടെ. അതുപോലെ നിങ്ങളുടെ വേറെ ബോട്ട്സ്, DP, വാട്സാപ്പ്, സോഷ്യൽ മീഡിയ എല്ലാം ഇവർ സ്റ്റോക്ക് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇവരുടെ ഫാമിലിയിലുള്ള ഈ പേഴ്സണെ, എസ്പെഷ്യലി ഒരു മെയിൽ ഫിഗറാണ് അവിടെ കാണുന്നത്. അവരെ പേടിക്കുന്നതായിട്ടും അവരെ ഒളിച്ച്, പേടിക്കുന്നതല്ല, അവരെ ഒളിച്ച് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവരിപ്പോൾ അവരെ ഡിപ്പെൻഡൻ്റ് ആണ്, അതുകൊണ്ട് ഒളിച്ച് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. ക്ലാരിഫൈ ദ നെക്സ്റ്റ് ആക്ഷൻ. വിൽ ദേ ഡിസൈഡ് അബൌട്ട് കമ്മിങ് ടു മൈ വ്യൂവേഴ്സ് പ്ലീസ്? തീർച്ചയായിട്ടും കേട്ടോ. അവരുടെ ആ ഒരു പഠിത്തം കഴിഞ്ഞാൽ, ആ ഒരു റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. 10 ഓഫ് വാൻഡ്സ് ആ ഒരു തടസ്സം മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ അവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് അത് എടുക്കാൻ, ഒരു പക്ഷേ പഠിത്തമൊക്കെ കഴിഞ്ഞാൽ നോർമലായിട്ട് തന്നെ നിങ്ങളുടെ മാരേജ് വീട്ടുകാരായിട്ട് തന്നെ നടത്താനും മതി അവിടെ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഡിസ്ട്രാക്ഷൻ വേണ്ടെന്നൊക്കെ ഫാദറും മദറും പറയുണ്ടാവുമല്ലോ, അങ്ങനെ അതിനെ എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേഡം, ചിങ്ങൻ ധനുക്കാരും അതിൽ കണക്റ്റായി. ക്വീൻ ഓഫ് സ്വാർഡ്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് സ്വാർഡ്സ് പ്ലീസ്. പ്ലീസ് ക്ലാരിഫൈ ക്വീൻ ഓഫ് സ്വാർഡ്സ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ കാർഡ്സ് വെച്ചിട്ട് മറ്റേ സെറ്റ് ഓഫ് കാർഡ്സ് തന്നെ എടുക്കാം, കാരണം കാർഡ്സ് കുറേ എടുത്തല്ലോ. ക്ലാരിഫൈ ക്വീൻ ഓഫ് സ്വാർഡ്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് സ്വാർഡ്സ് പ്ലീസ്. ഫൂള് മാത്രം ഞാൻ ക്ലാരിഫൈ ചെയ്തില്ലായിരുന്നു അല്ലേ, കാരണം അത് ഒരു പോസിറ്റീവ് കാർഡായിരുന്നതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫൈ ചെയ്യാതിരുന്ന. ബാക്കിയൊക്കെ തേർഡ് പാർട്ടി സ്ട്രോങ് സിറ്റുവേഷൻ കാണുന്നുണ്ടായിരുന്നു. ക്ലാരിഫൈ ക്വീൻ ഓഫ് സ്വാർഡ്സ് പ്ലീസ്. പേജ് ഓഫ് സ്വാർഡ്സ് ആൻഡ് കിങ് ഓഫ് സ്വാർഡ്സ്. അയ്യോ ഓക്കെ, അവിടെ ഇപ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ഇതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ മിക്കവാറും മാരീഡ് കപ്പിളായിരിക്കും. ഓക്കെ, മാരീഡ് കപ്പിളാണ്. അവിടെ ഇഷ്യൂ എന്ന് കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള ഈഗോ. നിങ്ങളുടെ ഈഗോ ആണ് ഇവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടി. നിങ്ങൾ പരസ്പരം ഒരു വഴക്കിട്ടിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കും താണു കൊടുക്കാൻ വയ്യ, അവർക്കും താണു കൊടുക്കാൻ വയ്യ എന്ന മനസ്സിൽ രണ്ടുപേരും പരസ്പരം ഓർക്കുന്നുമുണ്ട്. ചിന്തകൾ നിർത്താൻ സാധിക്കുന്നില്ല. ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. നിങ്ങൾ മെസ്സേജ് അയച്ചാലും, പരസ്പരം മെസ്സേജ് അയച്ചാലും അവസാനം വഴക്കിൽ കലാശിക്കും. നിങ്ങൾ സ്പൗസ് അല്ലെങ്കിൽ, നിങ്ങൾ മാരീഡ് കപ്പിൾ അല്ലെങ്കിൽ, നിങ്ങൾ ലവേഴ്സാണ്, അങ്ങനെ ഒരു റിലേഷനിലൊക്കെ ആണെങ്കിലും ഇത് തന്നെയാണ് സ്ഥിതി. നിങ്ങൾ സ്നേഹമായിട്ട് സംസാരിച്ച് തുടങ്ങും, അവിടെ രണ്ടുപേരുടെ ഈഗോ വർക്കൗട്ട് ആവും. നിങ്ങൾ പറഞ്ഞ് 1, 2 പറഞ്ഞ് വഴക്കാവും. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. എന്നിട്ട് നിങ്ങൾ കുറേ നാൾ മിണ്ടാതിരിക്കുക. പക്ഷേ ആ സമയത്ത് ഇവരുടെ വേറെ വേർഡ്സൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യും, അവരും. എന്നിട്ട് ഓവർ തിങ്കിങ് ആണ്. ഇതെങ്ങനെ മുന്നോട്ട് പോകും, എന്ത് ചെയ്യും എന്നുള്ള ഓവർ തിങ്കിങ് ആണ് കേട്ടോ. അതേസമയം ജോലിയുടെ കാര്യം രണ്ടുപേരും തന്നെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുമ്പോഴും ഇവരുടെ തോട്ട്സ് തന്നെയാണ്. ഇവിടെ തേർഡ് പാർട്ടി ആരാണ് ഡിവൈൻ? ഇവിടെ തേർഡ് പാർട്ടി ആരാണ് ഡിവൈൻ? ഒന്ന് കാണിച്ചു തരൂ. ഇവിടെ തേർഡ് പാർട്ടി ആരാണെന്നൊന്ന് കാണിച്ചു തരൂ. കൺഫ്യൂഷനാണ് അവിടെ തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത്. നിങ്ങളുടെ കൺഫ്യൂഷനാണ് അവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത് കേട്ടോ. ജഗ്ലിംഗ് ആണ് രണ്ട് സൈഡിലും. അല്ലെങ്കിൽ പിന്നെ ഒരു സിനാറിയോ ഉള്ളത്, നിങ്ങളുടെ പാരൻസ് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ എതിർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കാം കേട്ടോ, സ്റ്റുഡൻസ് ആയിരിക്കാം. സ്റ്റുഡൻസിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കുകയാണ്, അപ്പോൾ ഇതിലൊന്നും ഇപ്പം മനസ്സ് ചെലുത്തരുത് എന്നുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു തിരുത്ത് നിങ്ങളുടെ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും കേട്ടോ.
ഒരു പക്ഷേ നിങ്ങളുടെ മൊബൈലൊക്കെ വാങ്ങിച്ച് വെക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഇതൊക്കെ മെസ്സേജസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ആരോടാ എന്താ സംസാരിക്കുന്നതെന്നൊക്കെ ഇവർ നോക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഒരു ജഗ്ലിങ് അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്കറിയില്ല. നെക്സ്റ്റ് ആക്ഷൻ ഡിവൈൻ ക്ലാരിഫൈ. നെക്സ്റ്റ് ആക്ഷൻ അവിടെ നെക്സ്റ്റ് ആക്ഷൻ തൽക്കാലം ഒന്നും വരുന്നില്ല. കാരണം അവിടെ ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ടും നിങ്ങളുടെ പാരൻസ് ആയിരിക്കാനാണ് സാധ്യത, നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അവിടെ ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി വരുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ അടുത്ത്. അത് കാരണം അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങ് മാറി വരാനുള്ള ഒരു സാഹചര്യം അവിടെ കാണുന്നില്ല. ഓക്കെ, അഥവാ നിങ്ങൾ സ്പൗസ് ആണ്, സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇടയിലും പൈസയാണ് പ്രശ്നമായിട്ട് വരുന്നത്. ഒന്നുകിൽ ഡൗറി ഇഷ്യൂ. ഓക്കെ, വീട്ടുകാർ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഇൻലോസ് ഡൗറിക്ക് വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ പൈസയുടെ കാര്യം, എന്തെങ്കിലും പൈസ കൊടുക്കൽ വാങ്ങലായിട്ട് അത് ഒരു പ്രശ്നമായി നിങ്ങളുടെ ഇടയിൽ. ഫൈനാൻസ് ഒരു വലിയ ഇഷ്യൂ ആയിട്ടാണ് അവിടെ കാണുന്നത് കപ്പിളാണെങ്കിൽ കേട്ടോ. ഇൻലോസിൻ്റെ ഇടപെടൽ അവിടെ വളരെ തീവ്രമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്രോപ്പർട്ടി റിലേറ്റഡ് ഡിസ്പ്യൂട്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം. പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തെറ്റി കാണും. ഫാമിലിയുടെ ഇടപെടൽ ഇവിടെ വളരെ തീവ്രമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പെൻറ്റക്കിൾസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, പിന്നെ എല്ലാം സ്വാട്സ് ആണ് അവിടെ. ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത്രയും രാശിക്കാരാണ് ഇതിൽ കണക്റ്റ് ആയിരിക്കുന്നത്. 3 ഓഫ് വാൻഡ്സ് വെച്ചിട്ട് നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. തേർഡ് പാർട്ടി എന്തായാലും ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ക്ലാരിഫൈ 3 ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ 3 ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ 3 ഓഫ് വാൻഡ്സ് പ്ലീസ്. Three of Pentacles. Oh, strength. അവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണ് കേട്ടോ. വളരെയധികം സ്ട്രോങ് ആണ്. ലിയോ രാശിക്കാർ, ചിങ്ങ രാശിക്കാർ ഒരുപാട് കണക്റ്റ് ആയി ഇതിൽ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അതേപോലെ വോൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇത്തരം പേരാണ് ഇതിൽ കണക്റ്റ് ആയിരിക്കുന്നത്. ചിങ്ങ രാശിക്കാർ കുറച്ച് കൂടുതലായിട്ട് തന്നെ കണക്റ്റായി. ഇതിൽ ഇവർ വിചാരിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവർ നന്നായി തന്നെ മനസ്സിലാക്കുന്നു. ലോങ് ഡിസ്റ്റൻസും ഉണ്ട് അവിടെ. തേർഡ് പാർട്ടി കുറച്ച് സ്ട്രോങ്ങുമാണ്. പക്ഷേ ഈ സിറ്റുവേഷൻ ഒന്ന് സമാധാനപരമായി ഡീൽ ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഇവരുടെ സൈഡിൽ നിന്ന് എന്ത് നെക്സ്റ്റ് ആക്ഷനാണ്? ഇവർ തേർഡ് പാർട്ടിയെ വിട്ടു വരുമോ? ഇവർ തേർഡ് പാർട്ടിയെ വിട്ട് വരാനുള്ള സാധ്യത ഉണ്ടോ? തേർഡ് പാർട്ടിയെ വിട്ട് വരാനുള്ള സാധ്യത ഉണ്ടോ? വിട്ടു വരാനുള്ള സാധ്യത ഒരുപാടുണ്ട്. കാരണം നിങ്ങളെ പ്രതി അവർ ഹൈലി അട്രാക്റ്റഡ് ആണ്. ടോറസ് രാശിക്കാരും ഇടവ രാശിക്കാർ കുറേ കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങളെ പ്രതി അവർ ഹൈലി അട്രാക്റ്റഡ് ആണ്. അവർ മനസ്സിലാക്കേണ്ടത് തേർഡ് പാർട്ടി എത്രത്തോളം ഒക്കെ സ്ട്രോങ് ആയിരുന്നാലും അവിടെ നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഒരു റീപ്ലേസ്മെൻ്റ് ഇല്ല എന്ന്, നിങ്ങൾക്ക് പകരം വയ്ക്കാൻ അവരുടെ ലൈഫിൽ യാതൊന്നും ഇല്ല എന്നുള്ളത് അവർ വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ അവിടെ ക്ഷമയോടെ ഡീൽ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് കണ്ടത്. അവർ സ്ട്രോങ് തേർഡ് പാർട്ടി ആണ്, അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവരത് ഡീൽ ചെയ്ത് അവരത് ഓൾറെഡി ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും കാര്യങ്ങൾ. അവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ 2 ഓഫ് വാൻഡ്സ്. 2 ഓഫ് വാൻഡ്സ് വെച്ചിട്ടും ഒരു ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് കാണുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. അവിടെയും നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിൽ ആയിരിക്കും. ഇവരുടെ ജോബ്, ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഫൈനാൻഷ്യൽ പ്രോബ്ലം ഒക്കെയാണ് അവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് കേട്ടോ. രണ്ടുപേരും തന്നെ ജോലി സംബന്ധമായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫൈനാൻസസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് രണ്ടുപേരും തന്നെ. ഓക്കെ, അത് ഈ സ്പൈസസ് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്തായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ കരിയറാണ് തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. ഇവിടെ എന്താ അറിയോ, ജോബ് വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കാരണം ജീവിക്കാൻ ജോലി നമുക്ക് അത്യാവശ്യമാണ്. നിങ്ങൾക്കായാലും അവർക്കായാലും ജോലി വളരെ അത്യാവശ്യമാണ്. റെസ്പോൺസിബിലിറ്റീസ് കളഞ്ഞിട്ട്
ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അവിടെ വേണ്ട വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമോ എന്ന് ചോദിക്കുന്നത് അത് ആവശ്യമില്ലാത്തൊരു ചോദ്യം തന്നെയാണ്. നമുക്കറിയേണ്ട സ്നേഹം ഉണ്ടോയെന്നാണ് അല്ലേ. ഓക്കെ, നിങ്ങളെ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ പ്രതി ഹൈലി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഇവരുടെ മനസ്സിൽ. നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടികളും ഉണ്ടായിരിക്കും. ഓക്കെ, ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ എടുക്കുന്നു. സണ്ണ് വെച്ചിട്ട് ചിങ്ങ രാശിക്കാരെ കുറിച്ച് കൂടുതലായിട്ട് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ലിയോ രാശിക്കാർ കേട്ടോ. കപ്സും പെൻഡക്കിൾസും കൂടെ വന്നിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഇത്രയും ആൾക്കാർ ചിങ്ങ രാശിക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ കണക്റ്റ് ആയിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഇവരൊരു വെക്കേഷനൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. ഒരുപാട് സ്നേഹം മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഇവർ നിങ്ങളെ വിട്ടിരിക്കുന്നത്. ജോലി വളരെ അത്യാവശ്യമാണ്. ഇവർ പെർമനൻ്റ്ലി ജോലി വിട്ടിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഓക്കെ, വന്ന് പോയിരിക്കും. നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹമാണ്. നിങ്ങൾ മാരീഡ് കപ്പിളായിരിക്കാനും സാധ്യതയുണ്ട്. അഥവാ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മാരീഡ് അല്ല, നിങ്ങൾ തമ്മിൽ ഒരു റിലേഷനിലാണ്, ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഇത് തന്നെയാണ് സ്ഥിതി. ഇവർ ജോലി വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. നിങ്ങളെ വന്ന് കാണും, വന്ന് കണ്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ ഇത് മാരേജിൽ എത്താനുള്ള സാധ്യതയുണ്ട്. ലോങ് ഡിസ്റ്റൻസിലുമാണ് നിങ്ങൾ. പക്ഷേ വന്ന് കണ്ട് സംസാരിച്ച് പോസിറ്റീവ് രീതിയിൽ മുന്നോട്ട് പോയി ഇതൊരു കൺക്ലൂഷനിൽ എത്തുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവിടെ കരിയറാണ് തേർഡ് പാർട്ടി. അതിനൊരു തേർഡ് പാർട്ടിയായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. ക്ലാരിഫൈ ദ സ്റ്റാർ. അക്വേറിയസ്, കുംഭരാശിക്കാർ കുറേ കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ക്വീൻ ഓഫ് കപ്സ് ആൻഡ് 9 ഓഫ് വാൻഡ്സ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലും ആണ്. പക്ഷേ അവിടെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടില്ല. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇത്രയും രാശിക്കാർ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ് ഫ്രം ദീസ് പീപ്പിൾ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ് ഫ്രം ദീസ് പീപ്പിൾ? അവർ ഒരു തീരുമാനം എടുക്കാതെ നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു തേർഡ് പാർട്ടി അവിടെ സ്ട്രോങ് ആണ്. നിങ്ങൾ വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയെ വിട്ട് വരാൻ അവർക്ക് ഇപ്പോൾ സാഹചര്യമില്ല. അവർ ചിലപ്പോൾ ഇമോഷണലി ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അങ്ങനെ, അതായത് ഇമോഷണലി അവിടെ അവരെ വിട്ടിട്ട് തള്ളിക്കളഞ്ഞിട്ട് പോരാൻ ആ തേർഡ് പാർട്ടി ഒരുപക്ഷെ ഇമോഷണലി ഇവരുടെ അടുത്ത് ഡീൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അതുകൊണ്ട് ഇവർ ആ സമയത്ത് സ്റ്റക്കായി പോകുന്നു. അവിടെ നിന്ന് പോരാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് അവിടെ കാണുന്നത് കേട്ടോ. ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭരാശിക്കാരും ഇവിടെ ഉണ്ട്. ഫൂളും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. ക്ലാരിഫൈ ഫൂൾ. ഓക്കെ, 8 ഓഫ് സ്വാർഡ്സ് ആൻഡ് 9 ഓഫ് സ്വാർഡ്സ്. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വരുന്നു എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. ഓക്കെ, മുന്നോട്ട് വരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്നത്. ഇത്രയും നാൾ സ്ട്രെസ്സിലും ഓവർ തിങ്കിങ്, സെൽഫ് റെസ്ട്രിക്ഷൻ ഒക്കെ ആയിരുന്നു. കാരണം തേർഡ് പാർട്ടി അവരെ വളരെ കാര്യമായിട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്ന രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വരാം എന്ന് തന്നെയാണ് അവിടെ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അതിലൊരു യാതൊരു സംശയമില്ല. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാം, ഈ സ്ട്രെസ്സിനെ സഹിക്കാൻ വയ്യ എന്ന് തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് മജീഷ്യനാണ്. ഈ കൂട്ടരെല്ലാവരും തന്നെ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 24 മണിക്കൂറും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും അതേ ഫീലിംഗ് അങ്ങോട്ട് തോന്നുന്നുണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റഡ് ആവുകയാണ് അവിടെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരുന്നു പല രാശി വെച്ചിട്ട് നിങ്ങളുടെ സിനാറിയോ വെച്ചിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് കണക്റ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്.
ഓക്കെ, അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് കണക്റ്റ് ആവുന്നത്. അപ്പം ഞാനും നിങ്ങളുമായിട്ടൊരു ലിങ്ക് വളരെ അത്യാവശ്യമാണ് അല്ലേ, എനിക്ക് നിങ്ങളെ അറിഞ്ഞൂടല്ലോ. അപ്പോൾ അത് സബ്സ്ക്രിപ്ഷൻ വഴി മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുമ്പോൾ ചിലർക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആവും. ഹൈപ്പ് ഓപ്ഷൻ കിട്ടുന്നവർ ആ ഒരു വീഡിയോ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്ത് വിട്ടേക്കണേ. കാരണം ഒരു വ്യൂവർഷിപ്പിൽ ഒരു ലീഡർ ബോർഡിൽ മുന്നോട്ട് നിൽക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതും കൂടെ ഒന്ന് എനിക്ക് വേണ്ടി ചെയ്തു തരണം. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. 88 പോർട്ടലിൻ്റെ മാനിഫെസ്റ്റേഷൻ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടേക്കാം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് തീർച്ചയായിട്ടും മറക്കാതെ ചെയ്യുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഷോർട്സിൽ ഇട്ടേക്കാം കേട്ടോ. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. രാവിലെ 8 മണി 8 മിനിറ്റിലാണ് അത് ചെയ്യേണ്ടത്, 8-ാം തീയതി. ഡീറ്റെയിൽസ് ഞാൻ ഇട്ടേക്കാം അതിൽ. അപ്പോൾ വീണ്ടും നല്ല റീഡിങ്സുമായിട്ട് നമുക്ക് കാണാം. ഹാപ്പി ആയിരിക്കുക, സമാധാനമായിരിക്കുക. ദൈവം രക്ഷിക്കട്ടെ.